വാർത്തകൾ തുടരുന്നു. കേരള NGO യൂണിയന്റെ സുവർണ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കൊടിമര ജാഥയ്ക്ക് തൃപ്രയാറിൽ സ്വീകരണം നൽകി. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ, യൂണിയൻ സംസ്ഥാന സെക്രട്ടറി TC മാത്തുക്കുട്ടിയെ പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി. KR സിദ്ധാർത്ഥൻ അധ്യക്ഷനായി. PK മോഹനൻ, A ശിവദാസ്, KM അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ TC മാത്തുക്കുട്ടി സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് 4 വർഷം മുന്നിട്ട് ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ന് ഉയർന്നു വരികയാണ്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ദേശീയ അടിസ്ഥാനത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും അഴിമതിയും അതോടൊപ്പം തന്നെ മറ്റ് വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി ഓരോ ദിവസവും എന്ന നിലയിൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM 24 നടത്തുന്ന ചാവക്കാട് താലൂക്ക് ഓഫീസ് ഉപരോധത്തിന് മുന്നോടിയായി നാട്ടികയിലും വലപ്പാടും കാൽനട പ്രചരണ ജാഥ നടത്തി. CPM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജാഥ ചേർക്കരയിൽ നിന്ന് ആരംഭിച്ചു. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TK ദേവദാസ്, C ശങ്കരനാരായണൻ, AA തോമസ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് കോതകുളത്ത് നിന്നാരംഭിച്ച ജാഥ PR കറപ്പൻ ഉദ്ഘാടനം ചെയ്തു. PA രാമദാസ് അധ്യക്ഷനായി. നമ്മുടെ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ 40% വരുന്ന ജനകോടികൾ ഇന്നും ഭൂരഹിതരായി തുടരുകയാണ് എന്നുള്ള സത്യം സ്വതന്ത്ര ഇന്ത്യയെ ലജ്ജിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഏതാണ്ട് 500 ലക്ഷം ഏക്കർ ഭൂമി നമ്മുടെ രാജ്യത്ത് മിച്ചഭൂമി ആയിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ വാർഷികവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. മതിലകം പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ അധ്യക്ഷയായി. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, CDS ചെയർപേഴ്സൺ ഹേമലത ഗോപാലൻ, ജനപ്രതിനിധികളായ TS ഗോപിനാഥൻ, ബിന്ദു സന്തോഷ്, ലെന അനിൽ, സുലേഖ സുലൈമാൻ, നവീന ചന്ദ്രൻ, ഷീജ ബാബു എന്നിവർ സംസാരിച്ചു. ഇവിടെ വന്ന് വേറെ പയ്യന്റെ ആ പയ്യൻ ഹെൽമെറ്റ് ഇട്ട് വന്നിട്ട് ഈ ക്ലിപ്പ് കാണിച്ചിട്ട് ഇതുപോലെ നീ എനിക്ക് കിടന്നു തരണം എന്ന് പറഞ്ഞു എന്ന് പറയും. ഇതുപോലെ എനിക്ക് കിടന്നു തരണം. അപ്പൊ ഞാൻ ശരി, ആ ക്ലിപ്പിങ്ങിൽ എന്താണ് കണ്ടത്? അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നെ എടുത്ത് റൂമിലേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് ബെഡിൽ വെക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ആ ബെഡിൽ വെച്ചിട്ട് ശാരീരികം വളർത്തുന്ന സീൻ ഉണ്ട്. അപ്പൊ ഇതാരെടുത്ത് ജയൻ എടുത്തിരിക്കുന്ന തന്നെയാണ്. കുട്ടിക്ക് ഓർമ്മ ആ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? അപ്പൊ സ്റ്റാർട്ടിങ് ബെഡിലേക്ക് കൊണ്ടുവരുന്ന സീനാണ്. അപ്പൊ ഞാൻ കുട്ടിയെ എവിടുന്ന എടുത്തത്? അപ്പൊ വീടിന്റെ വെളിയിൽ കുറച്ച് പട്ടിക്കൂടില് മുളക്കൂട് കുളിച്ചു വരുമ്പോ മുളക്കൂടിന്റെ അവിടുന്നാണ് എടുത്തു കൊണ്ടുവന്നത്. അപ്പൊ സീൻ എടുത്ത് റൂമിലേക്ക് എടുത്തു കൊണ്ടുവരുന്ന സീൻ മുതലാണ്. കയ്പമംഗലം ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റ് കെയർ യൂണിറ്റിന് ചളിങ്ങാട് കണ്ടങ്ങത്ത് സുഗതൻ നൽകിയ വാഹനത്തിന്റെ താക്കോൽ ഭാരവാഹികൾ ഏറ്റുവാങ്ങി. സുഗതന്റെ ഭാര്യ വൃന്ദാദേവിയിൽ നിന്നും ആൽഫയുടെ പ്രവർത്തകരായ VR ഉല്ലാസ്, PK റാസിഖ് എന്നിവരാണ് താക്കോൽ ഏറ്റുവാങ്ങിയത്. ഡോക്ടർ ജോസ് ബാബു, MV രാജൻ, സുഗതൻ കണ്ടങ്ങത്ത്, KV അബ്ദുൽ ഖാദർ, VM ഹസൻ മൗലവി, VS ഷീജ എന്നിവർ സംസാരിച്ചു. വണ്ടി വാടകയ്ക്ക് എടുക്കാനൊക്കെ പണം നടക്കുന്ന കാര്യമില്ല. എന്നിട്ട് ദൈവത്തിൻ്റെ ഒരു വിളി പോലെയാണ് സുഗതൻ ഈ കാര്യത്തിൽ ഈ കാറ് ആൾത്തയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് വെച്ചാണ്. ഇത്രയും വിശാലമായ ഒരു മനസ്ഥിതി സുഗതൻ കാണിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെ നന്ദി പറയും? നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന കാര്യമാണ്. ഇത്രയും വലിയ ഒരു സംഖ്യ മുടക്കിയ ഒരു കാറ് ഈ ആൽഫയ്ക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളത് സുഗതനെ എത്രമാത്രം ഉയർത്തിയാലും പറഞ്ഞാലും അവസാനിക്കില്ല. ഇത്രയും വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് ശ്രീമാൻ കണ്ടങ്ങത്ത് സുഗതൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാനത് എല്ലാവരുടെ മുമ്പിലും പറയുകയാണ്. കയ്പമംഗലം കാളമുറി അകമ്പാടം മരത്തേഴത്ത് പരേതനായ കൃഷ്ണൻ ഭാര്യ ദേവകി നിര്യാതയായി. 85 വയസ്സായിരുന്നു. പ്രേമ, സരസ്വതി, ലളിത, പ്രേംകുമാർ, ജയരാജൻ, ഗീത എന്നിവർ മക്കളും രവി, തങ്കപ്പൻ, പരേതനായ ലോഹിതാക്ഷൻ, റീന, ബിന്ദു, സതീഷ് മോഹൻ എന്നിവർ മരുമക്കളുമാണ്. കയ്പമംഗലം കാഞ്ഞിരപ്പറമ്പിൽ പരേതനായ ഇമ്പാരക്കുട്ടി ഭാര്യ കൗസല്യ നിര്യാതയായി. 80 വയസ്സായിരുന്നു.
രാധാകൃഷ്ണൻ, ബാബുരാജ്, മുരളീധരൻ, മധു, രാധ, തങ്ക, കാഞ്ചന, അജിത, ശുഭ എന്നിവർ മക്കളും, രമണി, ശ്രീദേവി, ബിന്ദു, ചന്ദ്രൻ, കുട്ടൻ, രഘു, സുരേഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്ഷരങ്ങളെയും കുരുന്നുകളെയും ഒരുപോലെ സ്നേഹിച്ച മലയാളത്തിന്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മദിനത്തിൽ കുരുന്നുകൾ നൽകിയത് ഓർമ്മയിൽ തീർത്ത ചിത്രാർച്ചന. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ AITUC BKMUവിന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം KSEB സെക്ഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള NGO യൂണിയൻ സുവർണ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള കൊടിമര ജാഥയ്ക്ക് തൃപ്പയാറിൽ സ്വീകരണം നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.